രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യരൂപേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം സർഗം 1 പടനീക്കം. ശ്രീമഹാദേവ ഉവാച യഥാവദ്ഭാഷിതം വാക്യം ശ്രുത്വാ രാമോ ഹനൂമത ഉവാചാനന്തരം വാക്യം ഹർഷേണ മഹതാവ്രതഃ. കാര്യം കൃതം ഹനുമതാ ദേവൈരപി സുദുഷ്കരം മനസാപി യദന്യേന സ്മർത്തും ശക്യം ന സുഭൂതലേ. ശതയോജന വിസ്തീർണം ലംഘയേത് കപയോനിധിം ലങ്കാം ച രാക്ഷസൈർഗുപ്താം കോ വാ ദർശയിതും ക്ഷമഃ. ഭൃത്യകാര്യം ഹനുമതാ കൃതം സർവമശേഷതഃ സുഗ്രീവസ്യേദൃശോ ലോകേ ന ഭൂതോ ന ഭവിഷ്യതി. അഹം ച രഘുവംശശ്ച ലക്ഷ്മണശ്ച കപീശ്വരഃ ജാനക്യാ ദർശനേനാദ്യ രക്ഷിതാസ്മോ ഹനൂമതാഃ. ശ്രീ മഹാദേവൻ പറഞ്ഞു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ രാമൻ ഹനുമാൻ ചെയ്ത കാര്യം ദേവന്മാർക്ക് പോലും തികച്ചും ദുഷ്കരമാണ്, അത് ഭൂമിയിൽ ആർക്കും സ്മരിക്കാൻ പോലും സാധിക്കാത്തതാണെന്നും ഭഗവാൻ പറഞ്ഞു. 100 യോജന വിസ്താരമായ സാഗരം ആരു താണ്ടും? രാക്ഷസരാൽ രക്ഷിക്കപ്പെട്ട ലങ്കയെ തകർക്കാൻ ആരാണ് സമർത്ഥൻ? സുഗ്രീവന്റെ വൃത്തികാര്യമെല്ലാം ഹനുമാൻ നിശേഷം നിർവഹിച്ചു. ലോകത്തിൽ ഇങ്ങനെ ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ജാനകി ദർശനം കൊണ്ട് ഞാനും രഘുകുലവംശവും ലക്ഷ്മണനും സുഗ്രീവനും മാരുതിയാൽ രക്ഷിക്കപ്പെട്ടു. സർവദാ സുകൃതം കാര്യം ജാനക്യാ പരിമാർഗണം സമുദ്രം മനസാ സ്മൃത്വാ സീതദീപ മനോമമ. കഥം നഖ്രച്ഛാകീർണം സമുദ്രം ശതയോജനം ലംഘയിത്വാരിവും ഹന്യാം കഥം ദ്രക്ഷ്യാമി ജാനകിം. ശ്രുത്വാതു രാമവചനം സുഗ്രീവ പ്രാഹരാഘവം സമുദ്രം ലംഘയിഷ്യാമോ മഹാനക്രച്ഛാകുലം ലങ്കാം ച വിധയിഷ്യാമോ ഹനിഷ്യാമോദ്യ രാവണം ചിന്ത്യാം ത്യജരഘുശ്രേഷ്ഠ ചിന്താകാരി വിനാശിനി. ഏതാൻ സത്വമഹാസത്വാൻ ശൂരാൻ വാനരപുങ്കവാൻ തത്പ്രിയാർത്ഥം സമുദ്യുക്താൻ പ്രവേഷ്ടുമവിപാവകം സമുദ്രതരണേ ബുദ്ധിം കുരുഷ്വ പ്രഥമം തത് ദൃഷ്ട്വാ ലങ്കാം ദശഗ്രീവോ ഹത ഇത്യേവ മന്മഹേ. ജാനകിയുടെ അന്വേഷണകാര്യം എല്ലാ തരത്തിലും നന്നായി നിറവേറ്റപ്പെട്ടു. എങ്കിലും അലകടൽ ഉള്ളിലോർക്കവേ എൻ്റെ ചേതന തളരുന്നത് പോലെ മുതലകളും മത്സ്യങ്ങളും തിങ്ങിയ 100 യോജന കടൽ കടന്ന് എങ്ങനെ ഞാൻ വൈരിയെ പകവരുത്തും? ജാനകി എങ്ങനെ കാണും? രാമഭാഷിതം കേട്ട സുഗ്രീവൻ രാഘവനോട് പറഞ്ഞു. തടിയൻ മുതലുകളും മകരമത്സ്യങ്ങളും വിളയ്ക്കുന്ന സാഗരം നാം തരണം ചെയ്ത് ലങ്കയും തകർത്ത് രാവണനെ ഉടനെ കൊല്ലുകയും ചെയ്യും. അല്ലയോ രഘുവര, വ്യാകുലത വെടിഞ്ഞാലും വ്യാകുലത കാര്യഹാനി വരുത്തും. പ്രബലരും നിന്റെ പ്രിയത്തിനായി തീയിൽ ചാടാൻ പോലും ഒരുക്കമുള്ളവരുമായ ധീരരായ ഈ കവിവരരെ തൃക്കൺ പാർത്താലും ആദ്യം കടൽ താണ്ടുന്നതിൽ ബുദ്ധി വിനിയോഗിക്കുക. പിന്നെ ലങ്ക കാണുന്നതോടെ ദശഗ്രീവൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെ കരുതാം. അല്ലയോ രാഘവ, ധനുർധരനായ നിന്നെ പോരിൽ എതിർത്ത് നിൽക്കുമാറ് ഈ 3 ലോകത്തിലും ഒരുവനെ ഞാൻ കാണുന്നില്ല.
സർവധാനോ ജയോ രാമാ ഭവിഷ്യതി ന സംശയ നിമിത്താനി ച പശ്യാമി തഥാ ഭൂതാനി സർവശഃ. സുഗ്രീവവചനം ശ്രുത്വാ ഭക്തിവീര്യസമന്വിതം അംഗീകൃതാ അബ്രവീദ് രാമോ ഹനൂമന്തം പുരസ്ഥിതം. യേന കേന പ്രകാരേണ ലംഘയാമോ മഹാർണവം ലങ്കാസ്വരൂപം മേ ബ്രൂഹി ദുസ്സാദ്യം ദേവദാനവൈ ജ്ഞാത്വാ തസ്യ പ്രതീകാരം കരിഷ്യാമി കപീശ്വര. ശ്രുത്വാ രാമസ്യ വചനം ഹനൂമാൻ വിനയാന്വിതഃ. ഉവാച പ്രാഞ്ജലിർദേവ യഥാദൃഷ്ടം ബ്രവീമിതേ ലങ്കാ ദിവ്യാപുരീ ദേവ ത്രികൂടശിഖരേ തഥാ. അല്ലയോ രാമ, എല്ലാ തരത്തിലും വിജയം നമുക്കാകുമെന്നതിൽ സംശയമില്ല. അതിന് ശുഭനിമിത്തങ്ങളും എല്ലായിടത്തും കാണുന്നുണ്ട്. പ്രേമവും ധൈര്യവും ചേർന്ന സുഗ്രീവചനം കേട്ട് അതിനെ അംഗീകരിച്ചിട്ട് രാമൻ മുമ്പിൽ നിന്നും ആതിഥിയോട് ഇങ്ങനെ ചോദിച്ചു: എങ്ങനെയെങ്കിലും അപാരമായ പാരാവാരം താണ്ടാം. ദേവദാനവന്മാർക്ക് പോലും ദുരാപമായ ആ ലങ്കയുടെ തനിരൂപം എനിക്കൊന്ന് വിവരിച്ചു തരൂ. അല്ലയോ കപിവര, അതറിഞ്ഞിട്ട് അതിന് പ്രതിവിധി ചെയ്യാം. രാമഭാഷിതം കേട്ട് വിനയാന്വിതനായ ഹനുമാൻ കൈതൊഴുത് അറിയിച്ചു: അല്ലയോ ദേവ, ഞാൻ കണ്ടതുപോലെ അങ്ങയോട് പറയാം. ദിവ്യപുരിയായ ലങ്ക ത്രികൂടശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണപ്രാകാരസഹിത സ്വർണാട്ടാളക സംയുത പരിഘാവിപരിവൃത പൂർണാഭിർ നിർമ്മലോദകൈ നാനോപവനശോഭാഢ്യാ ദിവ്യവ്യാപീഭിരാവൃത ഗൃഹൈർവിചിത്രശോഭാഢ്യൈ മണിസ്തംഭമയൈർശുഭൈ. പശ്ചിമദ്വാരമാസാദ്യ ഗജവാഹ സഹസ്രശ ഉത്തരേ ദ്വാരി തിഷ്ടന്തി സ്വശ്വാവാഹ സപത്തയ തിഷ്ടന്തി അർബുദസംഖ്യാകാ പ്രാച്യാമപി തഥൈവ രക്ഷിണോ രാക്ഷസാ വീര ദ്വാരം ദക്ഷിണമാശ്രിതാഃ. സ്വർണപ്രാകാരമുള്ളതും കനകസൗധങ്ങൾ നീങ്ങിയതും തെളിനീർ തിരഞ്ഞ കിടങ്ങുകളാൽ ചൂഴപ്പെട്ടതും അനേകം ആരാമങ്ങളുടെ ഭംഗി തിങ്ങിയതും ദിവ്യമായ തടാകങ്ങൾ ചൂഴുന്നതും വിചിത്ര ശോഭയേറിയ മണിസ്തംഭമുള്ള ശുഭഭവനങ്ങളാൽ ശോഭായമാനവുമായി ലങ്ക വിരാജിക്കുന്നു. ആയിരക്കണക്കിന് ഗജാരോഹികൾ പടിഞ്ഞാറേ കവാടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. കാലാൽപ്പടയൊത്തു കുതിരപ്പട വടക്കേ വാതിൽക്കൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കിഴക്കേ ദിക്കിലും എണ്ണമറ്റ രാക്ഷസവീരന്മാർ നിൽക്കുന്നു. തെക്കേ കോട്ടവാതിൽക്കലും അവർ നിലയുറപ്പിച്ചിരിക്കുന്നു. മധ്യകക്ഷേ അസംഖ്യാതാഗജാശ്വരതവത്തയ രക്ഷയന്തി സദാലങ്കാം നാനാസ്ത്രകുശലാ പ്രഭോ സംക്രമൈർവിവിധൈർലങ്കാ ശതഘ്നീ വിശ്വസംയുത ഏവം സ്ഥിതേപി ദേവേശ ശൃണു മേ തത്ര ചേഷ്ടിതം. ദശാനനബലൗഘസ്യ ചതുർത്ഥാംശോ മയാ ഹത ദഗ്ധ്വാലങ്കാം പുരിം സ്വർണപ്രാസാദോ ധർഷിതോ മയ ശതഘ്ന്യാ സംക്രമാശ്ചൈവ നാശിതോ മേ രഘൂത്തമ ദേവ ത്വദ്ദർശനാത് ഏവ ലങ്കാ ഭസ്മീകൃതാ ഭവേത്. അല്ലയോ ഭഗവാനെ, മധ്യഭാഗത്തും പലതരം ആയുധവിദ്യയിൽ നൈപുണ്യമുള്ള എണ്ണമറ്റ ആന, കുതിര, തേർ, കാലാൽപ്പടകൾ നിരന്തരം ലങ്കയെ രക്ഷിച്ചു പോരുന്നു. പലതരം തുരങ്കങ്ങളോടും പീരങ്കികളോടും കൂടിയതാണ് ലങ്ക. ദേവേശ, ഇങ്ങനെ സുരക്ഷിതമാണെങ്കിലും ഞാൻ അവിടെ ചെയ്തത് കേട്ടാലും രാവണ സേനാവൃന്ദത്തിന്റെ 4/1 ഞാൻ നശിപ്പിച്ചു. ലങ്കാപുരി ചുട്ടരിച്ചു. അവന്റെ കനക കൊട്ടാരവും ഞാൻ താറുമാറാക്കി. അല്ലയോ രഘുവര, പീരങ്കികളും ഗുപ്തമാർഗങ്ങളും ഞാൻ നശിപ്പിച്ചു. ദേവ, അങ്ങയുടെ നോട്ടം കൊണ്ട് തന്നെ ലങ്ക ചാമ്പലായിത്തീരും. പ്രസ്ഥാനം ഗുരുദേവേശ ഗച്ഛാമോ ലവണാംബുദേ തീരം സഹമാഹാവീരൈർവാനരൗഘൈ സമന്തത. ശ്രുത്വാ ഹനൂമതോ വാക്യമുവാച രഘുനന്ദന സുഗ്രീവ സൈനികാൻ സർവാൻ പ്രസ്ഥാനായാഭിനോദയ. അല്ലയോ ദേവേശ, പുറപ്പെട്ടാലും ചുറ്റിനും മഹാധീരരായ വാനരന്മാരുടെ വ്യൂഹവുമായി ഉപ്പുകടൽ തീരത്തേക്ക് പോകാം. മാരുതിയുടെ ഭാഷിതം കേട്ട് രാഘവൻ ഇപ്രകാരം പറഞ്ഞു: സുഗ്രീവ, സൈനികരെയെല്ലാം പുറപ്പാടിന് പ്രേരിപ്പിക്കൂ. ഇദാനീം ഏവ വിജയോ മുഹൂർത്ത പരിവർത്തതേ അസ്മിൻ മുഹൂർത്തേ ഗത്വാഹം ലങ്കാം രാക്ഷസസങ്കുലാം സപ്രാകാരാം സുദുർദർശാം നാശയാമി സവരാവണം ആനേഷ്യാമി ച സീതാം മേ ദക്ഷിണാക്ഷീ സ്ഫുരത്യഥ. പ്രയാതു വാഹിനി സർവാ വാനരാണാം തരസ്വിനാം രക്ഷന്തു യൂതപാസേനാമഗ്രേ പൃഷ്ഠേ ച പാർശ്വേ
ഹനുമന്തമതാരൂഹ്യ ഗച്ഛാമി അഗ്രേ അംഗദം തദ ആരൂഹ്യ ലക്ഷ്മണോ യാതു സുഗ്രീവത്വം മയാ സഹ ഗജോ ഗവാക്ഷോ ഗവയോ മൈന്ദോ ദിപിത ഏവ ച നളോ നീലസുഷേണശ്ച ജാംബവാശ്ച തഥാപരേ സർവഗച്ഛന്തു സർവത്ര സേനായാ ശത്രുഘാദിനഃ ഇത്യാജ്ഞാപ്യ ഹരീൻ രാമ പ്രദസ്തേ സഹലക്ഷ്മണഃ. വിജയമുഹൂർത്തം വർത്തിക്കുന്ന ഈ വേളയിൽ, ഈ മുഹൂർത്തത്തിൽ ചെന്ന് ഞാൻ ശക്തമായ കോട്ടമതിലുള്ള പാടയെ തകർക്കാൻ പണിപ്പാടുള്ള ലങ്കയെ രാവണനോടൊപ്പം തന്നെ നശിപ്പിക്കും. സീതയെ കൊണ്ടുപോരുകയും ചെയ്യും. എൻ്റെ വലതുമിഴിയുടെ താഴ്ഭാഗം തുടിക്കുന്നുണ്ടല്ലോ. പ്രബലരായ വാനരരുടെ പട മുഴുവൻ പുറപ്പെടട്ടെ. ഗണമുഖ്യർ സേനയുടെ മുമ്പിലും പിന്നിലും പാർശ്വങ്ങളിലും കാത്തുകൊള്ളണം. ഹനുമാന്റെ തോളിലേറി ഞാൻ ഇനി മുമ്പേ പോകാം. അംഗദന്റെ ചുമലിലേറി പിമ്പേ ലക്ഷ്മണൻ പോരട്ടെ. സുഗ്രീവ, എന്നോടൊത്തു പോന്നോളൂ. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, മൈന്ദൻ, ദിവിതൻ, നളൻ, നീലൻ, സുഷേണൻ, ജാംബവാൻ എന്നിവരും ശത്രുസംഹാരകരായ മറ്റെല്ലാ സേനാപതികളും പടയണികളെ എല്ലായിടത്തും കാത്തുകൊണ്ട് മുന്നേറട്ടെ. രാമൻ കവികൾക്ക് ഇങ്ങനെ ആജ്ഞ നൽകിയിട്ട് ലക്ഷ്മണനൊത്ത് മുന്നേറി. സുഗ്രീവസഹിതോ ഹർഷാത് സേനാമദ്യഗതോ വിഭു വാരണേന്ദ്രനിഭാ സർവേ വാനരാ കാമരൂപിണ ക്ഷേളന്ത പരിഗർജന്തോ ജഗ്മുസ്തേ ദക്ഷിണാം ദിശം ഭക്ഷയന്തോ യുയുഃ സർവേ ഫലാനി ച മധൂനി ച ബ്രുവന്തോ രാഘവസ്യാഗ്രേ ഹനിഷ്യാമോദ്യ രാവണം ഏവം ദേവാനരശ്രേഷ്ഠാ ഗച്ഛന്തി അതുലവിക്രമാഃ ഹരിഭ്യാം ഊഹ്യമാനൗ തൗ ശുശുപാതേ രഘൂത്തമോ നക്ഷത്രൈസേവിതൗ യദ്വച്ഛന്ദ്രസൂര്യാവിലാംബരേ ആവൃത്യ പൃഥിവീം കൃഷ്ണാം ജഗാമ മഹിതീം ചമും പ്രസ്ഫോടയന്ത വൃച്ഛാഗ്രാത് ഉദ്വഹന്ത പാദപാൻ ശൈലാൻ ആരോഹയന്തശ്ച ജഗ്മുർമാരുതവേഗതഃ അസംഖ്യതാശ്ച സർവത്ര വാനരാ പരിപൂരിതാഃ. സുഗ്രീവനത്വ ഭഗവാൻ പടനടുവിലൂടെ ഉല്ലാസപൂർവ്വം മുന്നോട്ട് പോയി. ഐരാവത തുല്യരും കാമരൂപികളുമായിരുന്നു വാനരന്മാരെല്ലാം തന്നെ. അടവ് ചവിട്ടിയും ആർത്തലറിയും ഫലങ്ങളും മധുവും അകത്താക്കിയും അവരെല്ലാം നടന്ന് തെക്കേ ദിക്കിലേക്ക് നീങ്ങി. ഇന്ന് രാവണന്റെ കഥ കഴിക്കും എന്ന് രാമസമക്ഷം ഘോഷിച്ചുകൊണ്ട് ആ കിടയറ്റ വിക്രമികളായ വാനരവീരന്മാർ പോയി. ഹനുമാൻ, അംഗദൻ എന്നിവർ കവികളാൽ വഹിക്കപ്പെട്ട ആ രാഘവന്മാർ വിണ്ണിൽ താരകങ്ങളാൽ ചൂഴപ്പെട്ട ചന്ദ്രസൂര്യന്മാരെ പോലെ വിളങ്ങി. ഭൂമി മുഴുവൻ തിങ്ങി നിറഞ്ഞാണ് ആ പെരുമ്പട നീങ്ങിയത്. വാലിന്റെ അഗ്രം പൊക്കിയടിച്ചും മരങ്ങൾ പുഴക്കിപ്പറിച്ചും മാമലകൾ കയറിക്കിടന്നും വായുവേഗത്തിൽ അവർ മുന്നേറി. എങ്ങും എണ്ണമറ്റ വാനരന്മാർ തിങ്ങി നിറഞ്ഞു. രാമനാൽ സംരക്ഷിതരായ അവർ തികഞ്ഞ ആഹ്ലാദത്തോടെയാണ് സഞ്ചരിച്ചത്. രാപ്പകൽ തടവന്യേ പട നീങ്ങി. എങ്ങും തെല്ലിട പോലും തങ്ങിയില്ല. കാനനാനി വിചിത്രാണി പശ്യൻ മലയ സഖ്യയോ തേ സഖ്യം സമതിക്രമ്യാമലയം ചതധാഗിരിം ആയയുശ്ചാനുപൂർവേണ്യ സമുദ്രം ഭീമനിസ്വനം ആപതിരീത്യ ഹനുമന്തം രാമ സുഗ്രീവ സംയുതഃ സലിലാഭ്യാസമാസാദ്യ രാമോ വചനമബ്രവീത് ആഗതാസ്മോ വയം സർവേ സമുദ്രം മകരാലയം ഇതോ ഗന്തുമശക്യം നോ നിരുപായേന വാനരാഃ അത്ര സേനാനിവേശോതു മന്ത്രയാമോസ്യ താരണീം. മലയനിലും സഖ്യനിലുമുള്ള വിചിത്രങ്ങളായ വനങ്ങൾ കണ്ടും സഖ്യാദ്രിയും മലയാജലവും അതിക്രമിച്ചും അവർ ഭീകരമായി അലറുന്ന അലയാഴിയുടെ അടുത്ത് ക്രമത്തിൽ വന്നെത്തി. ഹനുമാന്റെ തോളിൽ നിന്നിറങ്ങി രാമൻ സുഗ്രീവ സമേതനായി സമുദ്രജലത്തിനരികിലെത്തി. ഇങ്ങനെ പറഞ്ഞു: അല്ലയോ വാനരരെ, നാമെല്ലാം തിമിംഗലത്താവളമായ സമുദ്രതീരത്തെത്തിയിരിക്കുകയാണ്. പറ്റിയ ഉപായമില്ലാതെ ഇവിടെ നിന്ന് മുന്നോട്ടു പോകാൻ നമുക്കാവില്ല. ഇവിടെ പട താവളമടിക്കാം. ഇത് താണ്ടാൻ മാർഗമാലോചിക്കാം. ശ്രുത്വാ രാമസ്യ വചനം സുഗ്രീവ സാഗരാന്തികെ സേനാം നിവേശയത് ക്ഷിപ്രം ക്ഷതിതാം കപികുഞ്ചരൈ തേ പശ്യന്തോ വിഷേദുസ്തം സാഗരം ഭീമദർശനം മഹോന്നതതരംഗാഢ്യം ഭീമനക്രഭയങ്കരം അഗാധം ഗഗനാകാരം സാഗരം വീക്ഷ്യ ദുഃഖിതാഃ തരിഷ്യാമഗതം ഘോരം സാഗരം വരുണാലയം ഹന്തവ്യോസ്മാഭിരദ്യൈവ രാവണോ രാക്ഷസാദമാഃ ഇതി ചിന്താകുലാ സർവേ രാമപാർശ്വേ വ്യവസ്ഥിതാഃ. കൂറ്റൻ മുതലുകളാൽ ഭയാനകവും അത്യുന്നതമായ അലമാലകൾ അടിച്ചാർക്കുന്നതും ഉഗ്രദർശനവുമായ സാഗരം കണ്ട് അവർ നടുങ്ങി. ആഴമേറിയതും വ്യോമാകാരമായതുമായ അനന്ത നീലിമയാർന്ന കടൽ കണ്ട് സംഭ്രമിച്ച കവികളെല്ലാം
വരുണവസതിയായ ഘോരസാഗരത്തെ എങ്ങനെ നാം തരണം ചെയ്യും? ഇന്നു തന്നെ നമ്മളാൽ കൊല്ലപ്പെടേണ്ടവനാണല്ലോ രാക്ഷസാധമനായ രാവണൻ എന്നോർത്ത് ചിന്താകുലരായി രാമന്റെ അരികിൽ നിന്നു. രാമസീതാമനുസ്മൃത്യ ദുഃഖേന മഹതാവൃത വിലപ്യ ജാനകീം സീതാം ബഹുധാ കാര്യമാനുഷ അദ്വിതീയച്ഛിദാത്മൈക പരമാത്മാ സനാതനഃ യസ്തു ജാനാതി രാമസ്യ സ്വരൂപം തത്വതോ ജനഃ തം ന സ്പൃശ്യതി ദുഃഖാദി കിമുദാനന്ദമവ്യയം ദുഃഖഹർഷഭയക്രോധലോപമോഹമദാദേഹ അജ്ഞാനലിംഗാന്യേതാനി കുതസന്ധി ചിദാത്മനി ദേഹാഭിമാനിനോ ദുഃഖം ന ദേഹസ്യ ചിദാത്മനഃ. സീതയെ ഓർത്തോർത്ത് രാമൻ കടുത്ത കഥനത്തിൽ മുഴുകിയവനായി ഭവിച്ചു. സ്വയം അദ്വിതീയനും ചിതാത്മാവും ഏകനും ശാശ്വതനുമായ പരമാത്മാവാണെങ്കിലും കാര്യവശാൽ മാനവനാകയാൽ ജനകാത്മജയായ സീതയെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു. ഏതൊരുവൻ രാമന്റെ രൂപം നേരായറിയുന്നുവോ അവനെപ്പോലും ദുഃഖാദി സ്പർശിക്കയില്ല. ആനന്ദരൂപനും അവ്യയനുമായ രാമനെ പിന്നെ എങ്ങനെ ശോകം അലട്ടും? ദുഃഖം, ഹർഷം, ഭയം, കോപം, ലോഭം, മോഹം, മതം മുതലായ കാര്യങ്ങൾ അജ്ഞാനചിഹ്നങ്ങളാണ്. ഇവ ചിതാത്മാവിൽ എങ്ങനെ ഉണ്ടാകും? ദേഹത്തിൻ്റെ ദുഃഖം ദേഹാഭിമാനിക്കേ ഉള്ളൂ, ചിതാത്മാവിന് ഇല്ല തന്നെ. സംപ്രസാദേതുയാ ഭാവാൽ സുഖമാത്രം ഹി ദൃശ്യതേ ബുദ്ധ്യാദ്യഭാവാൽ സംശുദ്ധേ ദുഃഖം തത്ര നിശ്യതേ അതോ ദുഃഖാദികം സർവം ബുദ്ധേരേവ ന സംശയഃ. സമാധിയിൽ ദ്വൈതം അഥവാ രണ്ടെന്ന ഭാവം ഒഴിയുകയാൽ ആനന്ദം മാത്രം അനുഭൂതമാകുന്നു. ആ വിശുദ്ധാവസ്ഥയിൽ ബുദ്ധ്യാദി പൊലിഞ്ഞു പോകയാൽ ദുഃഖം അവിടെ കാണപ്പെടുകയില്ല. ആകയാൽ ദുഃഖാദിയെല്ലാം ബുദ്ധിയുടെ മാത്രം ധർമ്മമാണെന്നതിൽ സംശയം വേണ്ട. രാമപരാത്മാ പുരുഷപുരാണോ നിത്യോദിതോ നിത്യസുഖോ നിരീഹ തഥാപി മായാഗുണസംഗതോസൗ സുഖീവ ദുഃഖീവ വിഭാവ്യതേ ബുധൈ. രാമൻ പരമാത്മാവാണ്, പുരാണപുരുഷനും നിത്യപ്രകാശനും നിത്യ ആനന്ദനും നിഷ്കാമനുമാണ്. എങ്കിലും മായാഗുണങ്ങളോടുള്ള വീഴ്ചയാൽ താൻ സുഖിയെപ്പോലെയും ദുഃഖിയെപ്പോലെയും അജ്ഞരാൽ വിഭാവനം ചെയ്യപ്പെട്ടു പോരുന്നു. ഓം ഇതി ശ്രീമദധ്യാത്മരാമായണീ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ പ്രഥമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.